പാലക്കാട് വാളയാറിലെ ട്രെയിൻ ഇടിച്ച് പിടിയാനയും കുട്ടിയാനയും ചരിഞ്ഞു എന്നുള്ളത് ഇപ്പം ആ സംഭവ സ്ഥലത്ത് ആ സ്പോട്ടിൽ നമ്മുടെ സച്ചിൻ എത്തിയിട്ടുണ്ട്. സച്ചിനിലേക്ക് പോവാം. സച്ചിൻ, ഈ ഈ ശരിക്കും സംഭവിച്ച കാര്യം ഇപ്പോൾ ആ പ്രദേശത്ത് അവിടെ നിന്നും ഈ ആനയുടെ ജഡം മാറ്റിയിട്ടുണ്ടോ? എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും സേതുലക്ഷ്മി, അത് തന്നെയാണ്. കാരണം ഈ ട്രാക്കിൽ, അതായത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് വെച്ചാണ് ആനകളെ, അതായത് ഒരു കുട്ടിയാനയും പിടിയാനയും ട്രെയിൻ ഇടിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഇത് വനമേഖല, അതായത് തമിഴ്നാടിൻ്റെയും അതേപോലെ തന്നെ കേരളത്തിൻ്റെ എല്ലാം വന മേഖല കൂടിയാണ് ഈ പ്രദേശം. ഇവിടെ ഈ സ്ഥിരമായി ആനകൾ ഒക്കെ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണ്. സമീപത്ത് എല്ലാം തന്നെ, അതായത് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ പുഴ, വാളയാർ പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയിൽ നിന്നും വെള്ളം കുടിച്ച് ആനകൾ ഈ മേഖലയിൽ, അതായത് ജനവാസ മേഖലയിൽ ഒക്കെ വന്നതിന് ശേഷം ഈ ഭാഗത്തൂടെയാണ് നിലവിൽ ക്രോസ് ചെയ്ത് പോകാറുള്ളത് എന്നാണ് വനംവകുപ്പും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആനയുടെ ജഡമാണ്. ഇന്നലെ രാത്രിയോടുകൂടെ തന്നെ ട്രാക്കിൽ നിന്നും ആനകളുടെ ജഡം മാറ്റിയിട്ടുണ്ട്. സമീപത്തെ വനത്തോട് ചേർന്നുള്ള പ്രദേശത്ത് ഇപ്പോൾ ആനയുടെ ജഡം മാറ്റിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഫോറൻസിക് സർജന്മാർ എത്തിയതിനു ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ഈ സംസ്കാരം, ആനകളുടെ ജഡം സംസ്കരിക്കുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഈ പ്രദേശത്തുള്ളത്. കാരണം 50 മീറ്റർ മാത്രം വ്യത്യാസമാണ് കേരള തമിഴ്നാട് അതിർത്തികൾ തമ്മിലുള്ളത്. അതായത് വാളയാർ ചാവടിപ്പാറയിൽ നിന്നും ഈ പാലം, വാളയാർ പുഴയുടെ പാലം കഴിഞ്ഞാൽ തമിഴ്നാടാണ്. അത്തരത്തിൽ തമിഴ്നാട് കേരള അതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് തന്നെയാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. ഇന്നലെ പുലർച്ചെ 12:30 കൂടിയാണ് അപകടം സംഭവിച്ചത് എന്നാണ് നാട്ടുകാരും അതേപോലെ തന്നെ വനംവകുപ്പും ഉദ്യോഗസ്ഥരും പറയുന്നത്. സമീപത്ത് തന്നെ വനംവകുപ്പിന്റെ വാച്ച് ടവർ അടക്കം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ മുഴുവൻ സമയവും വനംവകുപ്പിന്റെ ഒരു നിരീക്ഷണം ഉള്ള മേഖല കൂടിയാണ്. കൂടാതെ തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ സമീപത്തെ വനത്തോട് ചേർന്ന് ഫെൻസിംഗ് ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു വശത്ത് ഫെൻസിങ്ങിന്റെ നിർമ്മാണങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും അതിദാരുണമായ സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറെ എടുത്തു പറയേണ്ടത് ഈ മേഖലയിൽ വനത്തോട് ചേർന്ന ഈ റെയിൽവേ ട്രാക്കിലെല്ലാം തന്നെ വേഗപരിധികൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ വലിയ അപകടമാണ് ഒഴിവായിട്ടുള്ളത്. വലിയ സ്പീഡിലാണ് ട്രെയിൻ വരുന്നതെങ്കിൽ ട്രാക്ക് തെറ്റാനുള്ള ഒരു സാധ്യതകളൊക്കെ ഉണ്ട്. എന്തായാലും അത്തരത്തിലുള്ള വലിയൊരു അപകടം ഒന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ ആനകളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം ഈ സമീപത്തെ വനത്തിൽ സംസ്കാരം നടക്കുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അറിയിച്ചിട്ടുള്ളത്. ഓക്കെ സച്ചിൻ, ശരി.